ഭാര്യയെ ജീവതുല്യം സ്നേഹിച്ച മനുഷ്യൻ, അവളില്ലാതെ തൻ്റെ ജീവിതമേ ഇല്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച ഒരു വ്യക്തി, അതായിരുന്നു പ്രിയനും ലിസിയും. 26 വർഷത്തെ ദാമ്പത്യമാണ് 8 വർഷം മുമ്പ് ഇരുവരും വേണ്ടെന്ന് വെച്ചത്. ലിസി ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിയപ്പോൾ ജീവിതം അവസാനിപ്പിക്കാൻ വരെ തുനിഞ്ഞിറങ്ങിയ പ്രിയദർശൻ സമനില തെറ്റിയ അവസ്ഥയിലായി എന്നിങ്ങനെയൊക്കെയാണ് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. സിദ്ധാർത്ഥും കല്യാണിയും അച്ഛനൊപ്പം പോകണമോ അമ്മയ്ക്കൊപ്പം പോകണമോ എന്നറിയാത്ത സങ്കടത്തിൽ ഓരോ കുടുംബവും പല തട്ടിലാകുമ്പോൾ സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല. സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവരാണെങ്കിൽ പറയുകയും വേണ്ട എന്താണ് സംഭവിക്കുക എന്ന്. അങ്ങനെ നീണ്ട 8 വർഷം ലിസിയും പ്രിയനും കടന്നുപോയി. രണ്ടുപേരും അവരുടെ മേഖലകളിൽ മുന്നേറുന്നു. സിദ്ധാർത്ഥിന്റെ വിവാഹത്തിന് ഇരുവരും ഒരുമിച്ചെത്തി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ വാർത്ത പുറത്തുവരികയാണ്. അങ്ങനെ പ്രിയദർശൻ വീണ്ടും വിവാഹിതനാകുന്നു എന്ന് നിരവധി പേർ പ്രിയദർശന് ആശംസകളുമായി എത്തി. നല്ല തീരുമാനമാണ്, ജീവിതത്തിൽ ഒരു കൂട്ട് വേണം, ഇത്തിരി വൈകിപ്പോയി എന്നേ ഉള്ളൂ. ഇങ്ങനെ ആശംസ പ്രവാഹം തന്നെ. ലിസിയും ചില പ്രതികരണങ്ങൾ നടത്തിയെന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിന് സ്വന്തമായി തീരുമാനങ്ങളുണ്ടല്ലോ, ഇതിൽ ഞാൻ എന്തു പറയാനാണ്, ഇങ്ങനെ ലിസി പറഞ്ഞെന്ന് ഗോസിപ്പായി പ്രചരിക്കുന്നു. ഈ വിവാഹ വാർത്ത പുറത്തു വരാനുള്ള പ്രധാന കാരണം ഇതാണ്. പ്രിയദർശൻ സിനിമയുടെ പാട്ട് ബാക്ക്ഗ്രൗണ്ട് ഇട്ട നടി കവിത പങ്കുവച്ച ചിത്രം ഇപ്പോൾ രണ്ടാം വിവാഹത്തിന് ഒരുങ്ങുകയാണോ എന്ന തരത്തിൽ സംശയം ആരാധകരിൽ ഉടലെടുത്തു. എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായ തേന്മാവിൻ കൊമ്പത്തെന്ന ചിത്രത്തിലെ മാനം തെളിഞ്ഞു നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം എന്ന ഗാനമാണ് നടിയും മോഡലും സ്റ്റൈലിസ്റ്റുമായ കവിത സന്തോഷ് പ്രിയദർശനൊപ്പം നിൽക്കുന്ന ഫോട്ടോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്തിരിക്കുന്നത്. ഇതിനോടകം ഈ ചിത്രങ്ങൾ വൈറലാവുകയും നിരവധി ആളുകൾ സംശയിക്കുകയും ചെയ്തു. 8 വർഷം മുമ്പ് ലിസിയും പ്രിയദർശനും ജീവിതം കോടതിയിൽ പരിസമാപ്തി കുറിക്കുമ്പോഴും പ്രിയൻ ലിസിയെ അഗാധമായി സ്നേഹിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഇങ്ങനെയൊരു വിവാഹം പ്രിയദർശൻ ഉണ്ടാകുമോ എന്ന സംശയം പറയുന്നവരുമുണ്ട്. ഇനി എന്താ എന്ന് കാത്തിരിക്കുകയാണ് ആരാധകർ.